ഹായ്, ഇന്ന് ഡേ 9 നമ്മൾ കെമിസ്ട്രിയിൽ എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇച്ചിരി പേടിയുള്ള ഒരു ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രി. പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, നല്ല ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പക്ഷെ ആദ്യമേ പറഞ്ഞോട്ടെ, ഓർഗാനിക്കിന്റെ പകുതി മാത്രമേ +1-നകത്തുള്ളൂ. അതിന്റെ ഒരു പകുതി എന്ന് പറയാൻ ഒരു കാൽഭാഗം മാത്രമേ +1-ലുള്ളൂ. അതിന്റെ മുക്കാലും കിടക്കുന്നത് +2-ലാണ്. അപ്പൊ +2 പോർഷൻ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ഓർഗാനിക്കിന്റെ മുഴുവൻ കാര്യങ്ങളും ഡീൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓർഗാനിക് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓർഗാനിക്കിൽ മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത് ബേസിക്സ് വളരെ ക്ലിയർ ആയിരിക്കണം. ഓർഗാനിക്കിന്റെ ബേസിക് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ക്ലിയർ ആയിരിക്കണം. രണ്ടാന്ന് പറയുന്നത് റിപ്പീറ്റഡ് സ്റ്റഡി, അതായത് ഓരോ കാര്യങ്ങളെയും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ അനലൈസ് മീൻസ് മെമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് മറക്കത്തില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്ന് ക്ലെമൻസൻസ് റിഡക്ഷൻ പഠിച്ചു, ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ക്ലെമൻസൻസ് ഒന്നുകൂടി ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഇങ്ങനെ മാസത്തിൽ ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ ക്ലെമൻസൻസ് റിഡക്ഷൻ ഓർത്തെടുക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്ലെമൻസൻസ് റിഡക്ഷൻ ഓർമ്മ വരും. ഷുവർ ആണ്, ഞാനാണ് തെളിവ്. കാരണം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പോ നമ്മൾ ഓരോ ഓർഗാനിക്കിന്റെ റിയാക്ഷൻസും നമ്മൾ ഓരോ പ്രാവശ്യം എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ റിയാക്ഷൻസ് കാണുന്നു, അതിനനുസരിച്ച് നമ്മൾ അത് നമ്മുടെ തലയിലേക്ക് അത് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് അത് സ്റ്റോർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. സോ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർഗാനിക് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്. പിന്നെ ഓർഗാനിക് റിയാക്ഷൻസ് ക്ലബ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് എന്ന് എടുത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് 2-3 ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് നമ്മൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ സ്വയം പ്രിപ്പയർ ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഏബിൾ ആയിട്ട് മാറിയാൽ ദെൻ ആ ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ തരുന്ന ഒരു ക്വസ്റ്റ്യനും നമുക്ക് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ഈ രീതിയിൽ നിങ്ങൾ ഒരു വിദ്യാർത്ഥി എന്നതിൽ ഉപരി നിങ്ങളൊരു ചോദ്യകർത്താവ് കൂടിയായി മാറാൻ നിങ്ങളെ കൊണ്ട് ഓർഗാനിക്കിൽ സാധിച്ചാൽ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കും. ഒപ്പം ഓർത്തിരിക്കുക, ഓർഗാനിക്കിൽ നിന്ന് നല്ലൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എൻട്രൻസിന് പ്രതീക്ഷിക്കാവുന്നതും ആണ്. അപ്പോ കൂടുതൽ ലാത്തി അടിച്ച് സമയം കളയുന്നില്ല. അപ്പൊ ഓർഗാനിക്കിന്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 2 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഓർഗാനിക്കിന്റെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ, ദാറ്റ് ഈസ് സം ബേസിക്സ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. രണ്ടെന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ്. ഇതിൽ ഹൈഡ്രോ കാർബൺസ് തൽക്കാലം എടുക്കില്ല. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബൺസിന്റെ എല്ലാ റിയാക്ഷൻസിലും മേജർ ആയിട്ട് വരുന്ന റിയാക്ഷൻസ് എല്ലാം കൂടി ചേർത്ത് 2 വീഡിയോ ആയിട്ട് ഓൾറെഡി ഈ ചാനലിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ലിങ്ക് ഉപയോഗിച്ച് ആ 2 ക്ലാസ്സസ് കേട്ടാൽ മതിയാകും. ഹൈഡ്രോ കാർബൺസിനകത്തുള്ള എല്ലാ മേജർ റിയാക്ഷൻസും അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നും ഹൈഡ്രോ കാർബൺസിനകത്തുള്ള മേജർ റിയാക്ഷൻസ് പഠിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ഓർഗാനിക് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗാനിക് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് കൂടെ ഓടി എത്തുന്ന ഒരു കുഞ്ഞു പേര് കൂടെയുണ്ട്, നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന പേരിടുന്ന ചടങ്ങാണ് അല്ലെ, നമ്മളൊരു പേരിടുന്നതിനെയാണ് നോമൻക്ലേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നോമൻക്ലേച്ചർ ഒക്കെ നന്നായിട്ട് അറിയായിരിക്കും, എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് കൂടുതൽ സമയം കളയുന്നില്ല. എന്നാൽ നോമൻക്ലേച്ചറിൽ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു സാധനമാണ് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് 1-2 വേർഡ്സ് ശ്രദ്ധിച്ചോളൂ. അപ്പൊ CH3 CH3 CH2 CH3 ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമ്മൾ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ചെയ്യുമ്പോൾ ഈ കാർബൺ ഒരു പോയിന്റ്, സെക്കൻഡ് കാർബൺ അനദർ പോയിന്റ്. അപ്പൊ ഇതൊരു ലൈൻ ആയിട്ട് നമ്മൾ വരയ്ക്കും. ദെൻ അനദർ കാർബൺ അടുത്ത ലൈൻ, സോ അനദർ കാർബൺ അനദർ ലൈൻ. ഇതില് ഈ സെക്കൻഡിലായിരുന്നു ബ്രാഞ്ച്, അതിനെ നമ്മൾ വീണ്ടും ഒരു ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഓരോ പോയിന്റുകളും ഓരോ കാർബൺ ആണ്. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മേജർ പോയിന്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഇവിടെ CH മാറിയിട്ട് ഇവിടെ C ഡബിൾ ബോണ്ട് ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ഡബിൾ ബോണ്ട് കൊടുക്കും. സോ ഇതൊക്കെയാണ് നമ്മൾ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനിൽ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ക്ലോറിൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ക്ലോറിൻ എന്ന് എഴുതി കാണിക്കും. അപ്പൊ ഇതാണ് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പേരിടാനൊക്കെ അറിയാലോ. സോ ഈ രീതിയിലുള്ള റെപ്രസെന്റേഷൻ വരുമ്പോൾ നിങ്ങൾ ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ട് പേരിടാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പേരിടാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുക. നോക്കൂ, ഇത് മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ ME എന്നും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരെണ്ണമാണ് കോംപ്ലക്സ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. സോ കോംപ്ലക്സ് ബ്രാഞ്ചിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം.
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലോങ് ചെയിൻ എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ചെയിൻ ആണ്. അപ്പൊ അതില് 1 2 3 4 5 6 7 കാർബൺസ് ആണ് ഉള്ളത്. ബാക്കി 7 എടുത്താലും 7 കിട്ടത്തില്ല. ബാക്കി എല്ലാത്തിലും നമുക്ക് ഒരു 6 കൂടുതലും വരുന്നത്. സോ ദിസ് ഈസ് ദ ലോങ്സ്റ്റ് ചെയിൻ. സോ ദിസ് വിൽ ബി ദി ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിന്റെ പ്രത്യേകത ആ ബ്രാഞ്ചിന് തന്നെ വീണ്ടും ബ്രാഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ് മുത്തശ്ശൻ എന്ന് പറയുന്നത്. ആ മുത്തശ്ശന്റെ മകനാണിത്. അതിന് വീണ്ടും ഒരു കുഞ്ഞ് ചെറുമകൻ കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ പേരിടുമ്പോ ആദ്യം ഏറ്റവും ഇളയതിന്റെ പേരാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോംപ്ലക്സ് ബ്രാഞ്ച് എവിടെയാ കിടക്കുന്നത്? കോംപ്ലക്സ് ബ്രാഞ്ച് കിടക്കുന്നത് 4ാമത്തെ കാർബണിലാണ് അല്ലെ. കോംപ്ലക്സ് ബ്രാഞ്ച് കിടക്കുന്നത് 4ാമത്തെ കാർബണിലാണ്. സോ 4 എന്ന് നമ്മൾ ആദ്യം എഴുതി ഒരു ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് കോംപ്ലക്സ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലെ ഫസ്റ്റ് കാർബൺ ഇത് സെക്കൻഡ് കാർബൺ. ആ ഫസ്റ്റ് കാർബണിലാണ് വീണ്ടും ബ്രാഞ്ച് കിടക്കുന്നത്. അത് എത്രാമത്തെ കാർബണിലാണ് കിടക്കുന്നത്? 1ാമത്തെ കാർബണിലാണ് കിടക്കുന്നത്. സോ 1 മീഥൈൽ അല്ലെ, 1ാമത്തേല് മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ ആ ചെറുമകന്റെ കാര്യം കഴിഞ്ഞു. ഇനി അവന്റെ അച്ഛന്റെ പേര് എഴുതണം. അപ്പൊ നോക്കുമ്പോ അതിന് 2 കാർബൺ ഉണ്ട്. 2 കാർബൺ വന്നാൽ എന്താ പേര്? ഈഥൈൽ. സോ ഈഥൈൽ. എന്തുകൊണ്ടാണ് അത് ഈഥൈൻ എന്ന് എഴുതാത്തത്? കാരണം ഇവന്റെ അച്ഛൻ മുകളിൽ വേറെ ഉണ്ട്. അപ്പോ ഇതിന്റെ പാരന്റ് വേറെ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തില്ല, ഇവന്റെ പേര് YL എന്ന് തന്നെയാണ്. കാരണം ഇറ്റ് ഈസ് ഓൾസോ എ ബ്രാഞ്ച്. പാരന്റിന്റെ പേരിന്റെ കൂടെ മാത്രമേ ANE ഒക്കെ ചേർക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ അത് എഴുതി തീർത്തു. അപ്പൊ 1 മീഥൈൽ ഈഥൈൽ എന്ന് കിട്ടി. ഇനി നമുക്ക് പാരന്റിന്റെ പേരിലേക്ക് പോരാം. പാരന്റിന്റെ പേര് എഴുതുമ്പോ ആ പാരന്റിൽ എത്ര കാർബൺ ഉണ്ട്? മൊത്തം 7 കാർബൺ. 7 കാർബൺ വന്നാൽ എന്താ പേര്? ഹെപ്റ്റീൻ. സോ ദ നെയിം ഈസ് ഹെപ്റ്റീൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ഞാനിപ്പോ ഒറ്റ എക്സാമ്പിൾ എടുത്തോളൂ. അപ്പൊ ഈ രീതിയിലുള്ള ബ്രാഞ്ച് ചെയിൻസിന്റെ നെയിമിംഗ് കൂടി ഇതിനകത്ത് വരുന്ന ഒരു മേജർ ടോപ്പിക് ആണ്. നെയിമിംഗിന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് കയറുമ്പോഴാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്നത്. സോ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ എങ്ങനെയാണ് പേരിടുന്നത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ടേബിൾ ഒക്കെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ആ ടേബിൾ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വർഷം നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു 2 ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ് പേരിടുന്നത്. ഉദാഹരണത്തിന് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ COOH അതായത് നമ്മുടെ ആസിഡ് ഗ്രൂപ്പ്, പിന്നെ OH അതായത് ആൽക്കഹോൾ ഗ്രൂപ്പ്. അപ്പൊ 2 ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അങ്ങനെ വന്നാൽ എങ്ങനെ പേരിടും? ഇപ്പൊ നമ്മളിപ്പോ 1 2 3 4 കാർബൺ ആണ്. അപ്പൊ ആസിഡ് മാത്രമായിരുന്നെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതാമായിരുന്നു? നമുക്ക് ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ ആൽക്കഹോൾ മാത്രമായിരുന്നു എങ്കിൽ നമ്മൾ അതിനെ ബ്യൂട്ടനോൾ എന്ന് എഴുതുമായിരുന്നു. പക്ഷെ ഇവിടെ 2 പേരും വന്നിടപ്പുണ്ട്. അപ്പോഴാണ് നമ്മൾ ഏത് ഫോളോ ചെയ്യുന്നത്? പ്രയോറിറ്റി ഓർഡർ ഫോളോ ചെയ്യുന്നത്. പ്രയോറിറ്റി ഓർഡറിൽ 1ാം സ്ഥാനക്കാരനാണ് ആര്? ആസിഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 1ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും 1 കൊടുത്തേ പറ്റൂ. സോ 1ാം സ്ഥാനക്കാരനായതുകൊണ്ട് ഇവന് 1 കൊടുക്കും. ഇത് 2, ഇത് 3, ഇത് 4. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവൻ 2ാമനായിട്ട് മാറി. ഇവൻ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അങ്ങനെ 2ാം സ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ പേര് നമ്മൾ എപ്പോഴും ബ്രാഞ്ച് പോലെ കണക്കാക്കത്തുള്ളൂ. അങ്ങനെ ബ്രാഞ്ച് ആയിട്ടാണ് ഇയാളുടെ പേര് എഴുതുന്നതെങ്കിൽ ആൽക്കഹോൾ ആ ഓൾ എന്നല്ല ഇയാളുടെ പേര് വരിക. പിന്നെ എന്തെന്ന് മാറും? പേര് ഹൈഡ്രോക്സി എന്ന പേരായിട്ട് മാറും. പ്രിഫിക്സ് നെയിം, സഫിക്സ് നെയിം എന്ന് പറഞ്ഞൊരു കോളം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഈ പേരുകൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രോക്സി എന്നാണ് ഇയാളുടെ പ്രയോറിറ്റി ഓർഡറിൽ ഇയാൾ പിറകിലോട്ട് വന്നാൽ ഇയാളുടെ പേര് എന്തായിട്ട് മാറും? ഹൈഡ്രോക്സി. ആ ഹൈഡ്രോക്സിൻ എവിടെ കിടക്കുന്നത്? 2ാമത്തിൽ. അപ്പൊ 2 ഹൈഡ്രോക്സി. പിന്നെ ബാക്കി ഇയാളുടെ പേര് എന്തെന്ന് വരും? 1 2 3 4 കാർബൺ. 4 കാർബൺ ബ്യൂട്ടനോയിക് ആസിഡ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ വന്നാൽ നമ്മൾ പേരെഴുതുന്ന രീതി. ഇതിന്റെ മറ്റ് എക്സാമ്പിളുകളോടുകൂടി നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പേരിടുന്ന ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പോകുന്നത് ഐസോമെറിസത്തിലേക്കാണ്. അപ്പൊ ഐസോമെറിസം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല. ഒരുപാട് തരം ഐസോമെറിസം ഉണ്ട്. ഐസോമെറിസം എൻട്രൻസിന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. എന്നാലും ഓർത്തിരിക്കുക, ഐസോമെറിസത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഐസോമെറിസത്തിനകത്ത് പ്രധാനമായിട്ടും നമുക്കറിയാം സ്ട്രക്ചറൽ ഐസോമെറിസം, സ്റ്റീരിയോ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമെറിസം ഈസ് ഇമ്പോർട്ടന്റ്. അത് ഓൾറെഡി നമ്മൾ +2 വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. നമ്മുടെ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ വരുന്നത്? നമ്മുടെ ചെയിൻ ഐസോമെറിസം, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, മെറ്റാമെറിസം, ടോട്ടോമെറിസം. പിന്നെ നമ്മുടെ സ്റ്റീരിയോ ഐസോമെറിസത്തിനകത്താണെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമെറിസവും ജിയോമെട്രിക്കൽ ഐസോമെറിസവും.
ഇതില് ജോമെട്രിക്കലാണ് രണ്ട് ടൈപ്പ് വരുന്നത്, സിസ് ഐസോമറും ട്രാൻസ് ഐസോമർ. ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഒരുപോലെയുള്ള ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വരുമ്പോൾ സിസ്, ഓപ്പോസിറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒപ്റ്റിക്കൽ ഐസോമർസ് നമുക്ക് ഓൾറെഡി ഹാലോ ആൽക്കൈൻസ് വരുന്നുണ്ടല്ലോ, നമുക്ക് അവിടെ വെച്ച് ഡീൽ ചെയ്യാം. സാധാരണ കുട്ടികൾ ഇച്ചിരി പാടെന്ന് പറയുന്നതിനകത്തുള്ള ഒരു ടോപ്പിക്കാണ് റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. വളരെ പാടുള്ള ടോപ്പിക്കേ അല്ല അത്, വളരെ ഈസിയാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ റിയാക്ഷൻ മെക്കാനിസത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ റിയാക്ഷൻ മെക്കാനിസം എന്ന് ഇത്രയേ ഉള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് എനർജി ചേഞ്ചസ് ഉണ്ടാകുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതിനാണ് റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതിനകത്തുള്ള റിയാക്ഷൻ മെക്കാനിസംസ് ഒക്കെ. ആദ്യം നമുക്ക് ബോണ്ട് ക്ലീവേജ്. ബോണ്ട് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ബോണ്ട് പൊട്ടുക, അത്രേ ഉള്ളൂ, ബോണ്ട് പൊട്ടുക. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഇലക്ട്രോൺസ് വഴി ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ ആണ്. അപ്പൊ ഒരു ബോണ്ടിനകത്ത് രണ്ട് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇത് നമ്മുടെ മനസ്സിനകത്ത് വേണം. ഒരു ബോണ്ടിനകത്ത് രണ്ട് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ ഞാനൊരു ഉദാഹരണം എടുത്ത് പറയും. ഇപ്പൊ നോക്കിക്കോളൂ, നമ്മള് CH അല്ലെങ്കിൽ C കാർബണും ക്ലോറിനും തമ്മിലുള്ള ഒരു ബോണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കാർബണിന്റെ ഒരു ഇലക്ട്രോണും ഉണ്ട്, ക്ലോറിന്റെ ഒരു ഇലക്ട്രോണും ഉണ്ട്. ഓക്കെ, കാർബണിന്റെ ഒരു ഇലക്ട്രോണും ഉണ്ട്, ക്ലോറിന്റെ ഒരു ഇലക്ട്രോണും ഉണ്ട്. അതാണല്ലോ ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഇതില് ക്ലോറിൻ ഇലക്ട്രോൺ ദാഹിച്ചിരിക്കുന്ന ഒരു രക്തരക്ഷസാണ്. ഓക്കെ, അപ്പൊ ക്ലോറിൻ ഇലക്ട്രോണിനെ കൊണ്ടങ്ങ് പോകും. പക്ഷെ അത് ആരുടെ ഇലക്ട്രോൺ ആണ്? ഒരെണ്ണം, ഒന്ന് അവന്റെ തന്നെ, അത് എടുത്തോണ്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ആ പോണ പോക്കില് കാർബണിന്റെ ഒരു ഇലക്ട്രോണിനെ കൂടി അവ അങ്ങ് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അപ്പൊ ഈ രണ്ട് ഇലക്ട്രോണിനെ ആരെടുത്തോണ്ട് പോകും? ക്ലോറിൻ എടുത്തുകൊണ്ട് പോകും. അപ്പോ കാർബണിനെ സംബന്ധിച്ച് എത്ര ഇലക്ട്രോൺ നഷ്ടമായി? ഒരു ഇലക്ട്രോൺ നഷ്ടമായി. കാരണം മറ്റേത് ഒരു ഇലക്ട്രോൺ ക്ലോറിന്റെ ആയിരുന്നു. അപ്പൊ കാർബണിന് ഒരു ഇലക്ട്രോൺ നഷ്ടമായി. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? കാർബൺ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറും. ക്ലോറിന് ഒരു ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ കിട്ടി, അപ്പൊ അത് മൈനസ് ചാർജുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് എ കാർബോകാറ്റയോൺ ആൻഡ് ദിസ് ഈസ് എ ക്ലോറൈഡ് ആനയോൺ. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആയിട്ട് ഇത്തരത്തിൽ പൊട്ടുന്നതിനെയാണ് ഹെറ്ററോളിറ്റിക് ക്ലീവേജ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് ദി ഹെറ്ററോളിറ്റിക് ക്ലീവേജ്. അപ്പൊ ഹെറ്ററോളിറ്റിക് ക്ലീവേജിൽ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ബിക്കോസ് അത് രണ്ട് ഇലക്ട്രോണിനെയും ഒരാളാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അത് ഹെറ്ററോളിറ്റിക് പാർഷ്യാലിറ്റി കാണിക്കുന്നു, അല്ലെ? ഇതാണ് നമ്മൾ ഹെറ്ററോളിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. നമ്മൾ വീതിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഇപ്പൊ ഡൈവേഴ്സ് ചെയ്ത് പോകുമ്പോൾ അവരവരുടെ ഭാഗം അവരവരെടുത്തോണ്ട് പോകണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഒരാൾ ഉള്ളതും മറ്റവന്റെയും കൂടെ എടുത്തുകൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന പരിപാടി. അതാണ് ഹെറ്ററോളിറ്റിക് ക്ലീവേജ്. എന്നാൽ അതേസമയം സപ്പോസ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇതുപോലെ സ്പ്ലിറ്റ് ആകുന്നു എന്ന് വിചാരിക്കും. സോ കാർബണിന്റെ ഒരു ഇലക്ട്രോണും ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണും ഇതിന്റെ ഇടയിലുണ്ട്. പക്ഷെ ഇത് മാന്യമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഹൈഡ്രജൻ എടുത്തുകൊണ്ട് പോകും, കാർബണിന്റെ ഇലക്ട്രോൺ കാർബൺ എടുത്തുകൊണ്ട് പോകും. അപ്പൊ നമ്മളിവിടെ കണ്ടു ഒരു ഫിഷ് ഹൂക്ക് ആരോ, അതായത് മറ്റേ ചൂണ്ട പോലെ ഇരിക്കുന്ന. അപ്പൊ ഫിഷ് ഹൂക്ക് ആരോ ആണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കാർബൺ എന്തായിട്ട് മാറും? കാർബൺ റാഡിക്കൽ ആയിട്ടും ഹൈഡ്രജൻ റാഡിക്കൽ ആയിട്ടും മാറും. ഇത്തരത്തിൽ അവരവരുടെ ഇലക്ട്രോൺ അവരവരെടുത്തുകൊണ്ട് പോകുന്ന ഈ ഒരു ക്ലീവേജിനെയാണ് നമ്മൾ ഹോമോളിറ്റിക് ക്ലീവേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഹെറ്ററോളിറ്റിക് ക്ലീവേജും ഹോമോളിറ്റിക് ക്ലീവേജും. ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് വാക്കുകളാണ്. ഒന്ന് ന്യൂക്ലിയോഫൈൽ, ഒന്ന് ഇലക്ട്രോഫൈൽ. ന്യൂക്ലിയോഫൈൽ, ഫൈൽ എന്ന് വെച്ചാൽ ഇഷ്ടം എന്നാണ്. അപ്പൊ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂക്ലിയസിനെ ഇഷ്ടം എന്നാണ്. ന്യൂക്ലിയസിന് എന്താ ചാർജ്? പോസിറ്റീവ് ചാർജ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവർ അത് ആരായിരിക്കും? പോസിറ്റീവ് ചാർജിന് ഇഷ്ടമുള്ളത് നെഗറ്റീവ് ചാർജ് സ്പീഷീസുകളാണ്. നെഗറ്റീവ് ചാർജ് ആകാം, അല്ലെങ്കിൽ അവരിൽ ലോൺ പെയേഴ്സ് പ്രസന്റ് ആയിരിക്കാം, അങ്ങനെയൊക്കെ. അപ്പൊ ഇലക്ട്രോണിന്റെ എന്തോ ഒരു ക്ലൗഡ് അവരിലുണ്ട്. ആ നെഗറ്റീവ് പൊസിഷൻ, ആ നെഗറ്റീവ് ചാർജ് അവരുടെ എവിടെയോ ഉണ്ട്. ആ നെഗറ്റീവ് ചാർജാണ് ഈ ന്യൂക്ലിയസിനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്നവർ അഥവാ നെഗറ്റീവ് ചാർജ് സ്പീഷീസ് അവരെയാണ് ന്യൂക്ലിയോഫൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രോഫൈൽസ്? ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നതാണ് ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്നവർ. ഇലക്ട്രോൺ എന്താ ചാർജ്? ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ്. അപ്പൊ നെഗറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നവർ അതാരായിരിക്കും? ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നത് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ. അപ്പൊ പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് സെന്റർ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഇലക്ട്രോഫൈൽസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ രണ്ട് ടേംസും ക്ലിയർ ആയല്ലോ. എന്താണ് ഇലക്ട്രോഫൈൽ, എന്താണ് ന്യൂക്ലിയോഫൈൽ? ഇനി ഇലക്ട്രോൺ മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന കുറച്ച് ഇഫക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഫക്റ്റുകൾ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. അപ്പൊ ഞാൻ അവസാനം എഴുതിയിരിക്കുന്ന ക്ലോറിൻ. ക്ലോറിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്.
ക്ലോറിന്റെ പ്രത്യേകത വളരെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറിൻ എപ്പോഴും ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് പിടിക്കും. അപ്പൊ നമുക്കറിയാം ഈ എല്ലാ ബോണ്ടിലും 2 ഇലക്ട്രോൺസ് വീതമുണ്ട്. അപ്പോ ഈ സിംഗിൾ ബോണ്ടിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സിഗ്മ ബോണ്ട് എന്ന് വിളിക്കും അല്ലെ. അപ്പൊ സിഗ്മ ബോണ്ടുകളിലെല്ലാം തന്നെ 2 ഇലക്ട്രോൺസ് ഇത് ഇരിക്കുകയാണ്. ക്ലോറിൻ നല്ല സുന്ദരനായതുകൊണ്ട് ക്ലോറിൻ അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പൊറുതിയില്ല. ആരെടുത്തോട്ട് ഇരിക്കാൻ ഒരു ആഗ്രഹം? ക്ലോറിന്റെ അടുത്തേക്ക് ഇരിക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ നമ്മുടെ ഈ 2 ഇലക്ട്രോൺസും ആരടുത്തേക്ക് പോയിരിക്കും? ക്ലോറിന്റെ അടുത്തേക്ക് പോയിരിക്കും. അപ്പൊ ക്ലോറിന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ക്ലോറിന് സ്വന്തമായിട്ടൊന്നുമില്ല, എങ്കിൽ കാർബൺ തലയ്ക്ക് കൊട്ടുകൊടുക്കും. കാർബൺ ചോദിക്കാതെ എടുത്തോണ്ട് പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങ് അറ്റത്തോട്ട് ചെന്ന് ഇരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ ക്ലോറിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടിയതുപോലെ. അങ്ങനെ വരുമ്പോ കിട്ടിയിരുന്നെങ്കിൽ നെഗറ്റീവ് ചാർജ്. അപ്പൊ കിട്ടിയത് പോലെ ആകുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ഡെൽറ്റ നെഗറ്റീവ്. അപ്പൊ സ്വാഭാവികമായിട്ട് കാർബണിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുപോലെ, നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പോസിറ്റീവ്, അപ്പൊ നഷ്ടപ്പെട്ടതുപോലെ ആകുമ്പോഴോ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഈ ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസിനും ഒരു മനസ്സിലൊരു ചാഞ്ചാട്ടം, അങ്ങോട്ടൊന്ന് നീങ്ങിയിരുന്നാലോ എന്ന്. അപ്പൊ ഇവര് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യും. പക്ഷെ ഇത്രയും മൂവ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ക്ലോറിൻ അങ്ങ് അകലെ ഇരിക്കുകയല്ലേ. അപ്പൊ ചെറിയൊരു മൂവ്മെന്റ് ഇവിടെ ഉണ്ടാകും. അപ്പൊ ഇതിനും ചെറിയ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. അത് ഇത്ര കാണോ? ഇല്ല, വളരെ കുറച്ചേ കാണും. അപ്പൊ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യും? ഡെൽറ്റ പോസിറ്റീവ് എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ പിന്നെ ഇപ്പുറത്തിരിക്കുന്ന ഇലക്ട്രോണിനും അതുപോലെ തോന്നില്ലേ അങ്ങോട്ട് മൂവ് ചെയ്യാൻ. പക്ഷെ ഇത്രയും പോസിറ്റീവ് ചാർജ് പോലും ഇവിടുത്തെ കാർബൺ ഉണ്ടാവത്തില്ല. പക്ഷെ ചെറിയൊരു പോസിറ്റീവ് ചാർജ് വിച്ച് ഈസ് റെപ്രസെന്റഡ് ആസ് ഡെൽറ്റ പോസിറ്റീവ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇങ്ങനെ ഒരു സിഗ്മ ബോണ്ടിൽ പോളറൈസേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട്, അതായത് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന സിഗ്മ ബോണ്ടിലും ചാർജ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. The polarization of sigma bond due to the polarization of adjacent sigma bond is called inductive effect. അടുത്തത് റെസൊണൻസ് ഇഫക്റ്റ്. നമുക്ക് റെസൊണൻസ് എഫക്റ്റിന് ഒരു എക്സാമ്പിൾ എടുക്കാം. അനിലിൻ. എല്ലാവർക്കും അറിയാം, ബെൻസീൻ റിങ്ങിനകത്ത് NH2 ഗ്രൂപ്പ് വരുന്നതാണ് അനിലിൻ. ഈ അനിലിന്റെ പ്രത്യേകത, അനിലിനില് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ അനിലിൽ ഇരിക്കുന്ന ലോൺ പെയർ ഇലക്ട്രോൺസിനെ നമ്മൾ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ അത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ട് 2 ഇലക്ട്രോൺ അവിടെ നിന്ന് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ പോസിറ്റീവ് ചാർജ് ആൻഡ് സ്വാഭാവികമായിട്ടും ബാലൻസ് ഞാനിവിടെ വരച്ചു. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ ഡബിൾ ബോണ്ട് വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കാർബണിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചേ. ഒരു കാർബണിന് 4 ബോണ്ടല്ലേ താങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നോക്കൂ, അതിന് ചുറ്റും 1, 2, 3, 4, 5 ബോണ്ടൊക്കെ എങ്ങനെ ഒരു കാർബണിനെ കൊണ്ട് താങ്ങാൻ സാധിക്കും? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബോണ്ടിലിരിക്കുന്ന ഇലക്ട്രോൺ ഇത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാർബൺ എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ഇനി ഇതിങ്ങനെ കൈമാറി മുന്നോട്ട് പോകും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടും. അപ്പൊ ഈ ബോണ്ടിൽ ഇലക്ട്രോൺ ഇങ്ങോട്ട്, പിന്നെ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വരും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് അത് വരയ്ക്കാൻ അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ച് നിർത്തിയത്. അപ്പൊ ഇങ്ങനെ ബോണ്ട് കറങ്ങി വരും. ഇവിടെ നോക്കൂ, ഇവിടെയും ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. കണ്ടോ? ഇവിടെയും പൊളാരിറ്റി ഉണ്ട്, ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ ചാർജ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് ഇവിടെ സഹായിക്കുന്നത് ഒരു ഡബിൾ ബോണ്ട് ഫോർമേഷൻ, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഇൻവോൾവ് ആണ് ഇതിനകത്ത്, അല്ലെങ്കിൽ ലോൺ പെയർ ഇൻവോൾവ് ആണ്. അപ്പൊ ഇതുപോലെ ലോൺ പെയറോ പൈ ബോണ്ടോ മീൻസ് ഡബിൾ ബോണ്ട്, അപ്പൊ പൈ ബോണ്ടോ ഇൻവോൾവ് ആയിട്ട് ചാർജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ റെസൊണൻസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഇഫക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ റെസൊണൻസ് ഇഫക്റ്റിന്റെ മറ്റൊരു പേര് കൊണ്ടിട്ട് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മീസോമെറിക് ഇഫക്റ്റ്. റെസൊണൻസ് ഇഫക്റ്റ് അഥവാ ആർ ഇഫക്റ്റ്, മീസോമെറിക് ഇഫക്റ്റ് അഥവാ എം ഇഫക്റ്റ്. ഇതിൽ ഇലക്ട്രോൺ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? വന്ന് കയറിയ സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പിൽ നിന്നാണ് ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുത്തത്. എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്ലസ് ആർ ഇഫക്റ്റ്. ചില കേന്ദ്രന്മാരുണ്ട്, ബെൻസീൻ റിംഗിൽ നിന്നുള്ള ഇലക്ട്രോൺ അങ്ങോട്ട് എടുക്കും. അങ്ങനെ എടുത്താൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നൈട്രോ ബെൻസീനൊക്കെ ആ ടൈപ്പ് കാറ്റഗറി വരുന്നവരാണ്. സോ അങ്ങനെയുള്ള റെസൊണൻസ് ഇഫക്റ്റിനെ നമ്മൾ, അതായത് ബെൻസീൻ റിംഗിൽ നിന്നുള്ള ഇലക്ട്രോണിനെ നമ്മൾ വന്ന സബ്സ്റ്റൻസ് ഗ്രൂപ്പ് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടാണ് റെസൊണൻസ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള റെസൊണൻസ് ഇഫക്റ്റ് ആണ് മൈനസ് ആർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് അഥവാ ഇ ഇഫക്റ്റ് ആണ്. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ദർ ഈസ് എ ഡബിൾ ബോണ്ടഡ് സിസ്റ്റം. ഇതിലേക്ക് H+ ആഡ് ചെയ്യാൻ ഞാനും കൂടി അങ്ങോട്ട് വന്നിരിക്കുന്നു, ഞാനും അങ്ങോട്ട് വരാൻ നിങ്ങളോട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു H+ അവിടെ വന്നിരിക്കുകയാണ്.
അപ്പൊ H പ്ലസിന് ഇപ്പൊ നിലവിലൂടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. എന്നിട്ട് ഇവിടെ ഉള്ള ഇലക്ട്രോൺ ആണല്ലോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബിക്കം നെഗറ്റീവ് ചാർജ് ആൻഡ് ദിസ് വിൽ ബിക്കം പോസിറ്റീവ് ചാർജ്. ഇനി നമ്മുടെ H പ്ലസിന് വേണമെങ്കിൽ എവിടെ വന്ന് അറ്റാച്ച് ചെയ്യാം? ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാം. കാര്യം എന്താ? ഇയാൾ H പ്ലസ് അല്ലേ, പ്ലസ് എപ്പോഴും മൈനസിന്റെ എവിടെ ആയിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെ അറ്റാക്കിംഗ് റിയേജന്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് പൈ ബോണ്ടിൽ ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് അല്ലെ, ഏതെങ്കിലും രണ്ട് ആറ്റം ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന്, ഇപ്പൊ നോക്കിക്കേ, നമ്മൾ എങ്ങോട്ടാണ് ഇലക്ട്രോൺ ഇലക്ട്രോൺ പോയത് ഈ കാർബണിലേക്കാണ്. അതായത് ഇവിടെ വരയ്ക്കുമ്പോ ഈ കാർബൺ, ആ കാർബണിൽ തന്നെയാണല്ലോ അറ്റാക്കിംഗ് റിയേജന്റ് വന്ന് അറ്റാച്ച് ചെയ്തത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്ലസ് ഇ ഇഫക്റ്റ്. ഇനി ചിലപ്പോ സപ്പോസ് ഇവിടെ Cl മൈനസ് ആണ് വന്നിരുന്നതെങ്കിലോ, Cl മൈനസ് എവിടെ അറ്റാച്ച്ഡ് ആവും? Cl മൈനസ് ഇവിടെ അല്ല, പകരം ഇവിടെ ആയിരിക്കും വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് എങ്ങോട്ടാണോ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തത് ഓപ്പോസിറ്റ് ആറ്റത്തിലായിരിക്കും നമ്മുടെ അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൈനസ് ഇ ഇഫക്റ്റ്. അപ്പൊ നമ്മൾ 3 ഇഫക്ട്സ് പഠിച്ചു. ഒന്ന് ഐ ഇഫക്റ്റ്, പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചത് ആർ ഇഫക്റ്റ്, മൂന്നാമത്തത് ഇ ഇഫക്റ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്ന 4ാമത്തെ ഇഫക്റ്റ് ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ പണ്ട് ഈ കുട്ടികളൊക്കെ ക്യാമ്പ് ഫയറിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ക്യാപ്പ് ഇങ്ങനെ കൊടുത്ത് കളിക്കുന്ന ഒരു കളിയുണ്ട്. ക്യാപ്പ് ഇങ്ങനെ കൊടുത്ത് പോകും. അവസാനം ക്യാപ്പ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അയാൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ മ്യൂസിക്കൽ ചെയർ കളിക്കുന്നവര് മ്യൂസിക്കൽ ക്യാപ്പ് കളിക്കാറുണ്ട്, ഇങ്ങനെ കൊടുത്ത് കയ്യിൽ. അതേപോലെ നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ കൊടുത്ത് കളിക്കുന്ന ഒരു പരിപാടിയാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ഇങ്ങനെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഉള്ള ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിവിടെ ഈ സിഗ്മ ബോണ്ടിനെ ഇങ്ങോട്ട് ഡീലോക്കലൈസ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റും. അപ്പൊ ഇവിടെ ഇരുന്ന് ഈ സിഗ്മ ബോണ്ടിനെ ഇങ്ങോട്ട് മാറും. അപ്പോ ഈ പ്ലസ് ചാർജ് ഹൈഡ്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഇനി അടുത്ത് ഈ സിഗ്മ ബോണ്ട് ഇവിടെ തിരിച്ചു വരികയും ഈ പ്ലസ് ചാർജ് ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സിഗ്മ ബോണ്ട് മറിച്ച് ഇവിടെ വരും. അടുത്തെന്തായിരിക്കും സംഭവിക്കുക? ഈ പ്ലസ് ചാർജിനെ നമ്മൾ ആർക്ക് കൊടുക്കും? ഈ ഹൈഡ്രജന് കൊടുക്കും. എന്നിട്ട് ഈ സിഗ്മ ബോണ്ട് തിരിച്ച് അവിടെ തന്നെ നിൽക്കും. പകരം ഈ സിഗ്മ ബോണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഇങ്ങനെ സിഗ്മ ബോണ്ട് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് പോകുന്ന ഈ ഇഫക്റ്റിനെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ റെസൊണൻസ്. അപ്പൊ റെസൊണൻസ് സ്ട്രക്ചർ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രോങ് ആണോ അത്രത്തോളം ആ കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിരിക്കും. ഈ Hന് പകരം CH3 അതായത് ആൽക്കൈൽ ഗ്രൂപ്പുകൾ കൂടുന്നതനുസരിച്ച് ഹൈപ്പർ കോൺജുഗേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആകും. അങ്ങനെ വരുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റിയും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 പ്രധാനപ്പെട്ട ഇഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് സെക്ഷനിൽ നിങ്ങൾ പഠിക്കുന്നത് ഇതിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്യൂരിഫൈ ചെയ്യാൻ ഒത്തിരി മെത്തേഡുകൾ ഉണ്ട്. ലൈക്ക് ഡിസ്റ്റിലേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലെ. സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ. അപ്പൊ ഇങ്ങനെ പലതരം ഡിസ്റ്റിലേഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഇതിൽ പഠിക്കുന്നതാണ് സബ്ലിമേഷൻ മെത്തേഡ് ഉണ്ട്. Then there is chromatography methods ഉണ്ട്. അത് തന്നെ കോളം chromatography, പേപ്പർ chromatography, thin layer chromatography. So there are several methods. പിന്നെ നമ്മുടെ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ ബേസിസിൽ നമുക്ക് പ്യൂരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതല്ല. ബട്ട് ഈവൻ ദോ എക്സാമ്പിൾ സഹിതം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ സബ്ലിമേഷൻ ഏതിനാണ് ഉപയോഗിക്കുന്നത്, ഡിസ്റ്റിലേഷൻ ഏതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എക്സാമ്പിൾ സഹിതം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓരോരുത്തർക്കും ആർക്കൊക്കെയാണ് ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിലേക്കാണ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ വെദർ എ സബ്സ്റ്റൻസ് ഈസ് പ്രസന്റ് ഓർ നോട്ട്. ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ആ വസ്തു പ്രസന്റ് ആണോ അല്ലയോ എന്ന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഇത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ട് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കും. ഉദാഹരണത്തിന് നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ആ നൈട്രജൻ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പൊ ഇതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും. ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസിനകത്താണ് നിങ്ങൾ ഓരോ റിയേജൻസ് ആഡ് ചെയ്തിട്ട് കളർ നോക്കുന്നത്. അതിൽ വരുന്നതാണ് ലസാഗ്നേസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് നമ്മൾ എടുത്തതിന് ശേഷം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ഷൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ
ഫെറസൾഫേറ്റും സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ അസിഡിഫൈഡ് സൊല്യൂഷൻ ആക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് നൈട്രോജന്റെ പ്രസൻസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇതേ ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റും ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ബ്ലാക്ക് പ്രസിപ്പിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ സൾഫറിന്റെ പ്രസൻസ് ആണെന്ന് അറിയാൻ പറ്റും. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ നമ്മൾ നോക്കും. ആ പ്രസിപ്പിറ്റേഷൻ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേഷൻ ആണ്. അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സൊല്യൂബിളും ആണെങ്കിൽ അത് ക്ലോറൈഡ് ആയിരിക്കും. അതൊരു സ്പെയറിംഗ്ലി സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് പ്രസിപ്പിറ്റേഷൻ ആണെങ്കിൽ അത് ബ്രോമിൻ ആയിരിക്കും. യെല്ലോ പ്രസിപ്പിറ്റേഷൻ ആണെങ്കിൽ അത് അയോഡീൻ ആയിരിക്കും. ഇനി ഫോസ്ഫറസിന്റെ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിലേക്ക് സോഡിയം പെറോക്സൈഡ് പോലുള്ള ഒരു ഓക്സിഡൈസിംഗ് കോമ്പൗണ്ട് ആഡ് ചെയ്തതിനു ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ അമോണിയം മോളിബ്ഡേറ്റും നൈട്രിക് ആസിഡും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒരു യെല്ലോ പ്രസിപ്പിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ ഫോസ്ഫറസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കളറിന്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരും ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അത് ഓരോരുത്തരെയും കണ്ടുപിടിക്കുന്ന ഫോർമുലകൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ യു ജസ്റ്റ് റൈറ്റ് ഡൗൺ ദി ഫോർമുലാസ്. അതിനകത്തുള്ള ഓരോരുത്തരുടെയും പെർസെന്റേജ് കാണുന്ന ഫോർമുലകൾ നിങ്ങൾ പഠിക്കണം. കാർബൺ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഫോമിൽ ആയിരിക്കും കിട്ടുന്നത്. ഹൈഡ്രജൻ നമ്മുടെ വാട്ടർ എന്ന രൂപത്തിലായിരിക്കും പുറത്തേക്ക് വരിക. പിന്നെ നമുക്ക് നൈട്രോജൻ കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്, ജെഡാൾസ് മെത്തേഡ്, ഡ്യൂമാസ് മെത്തേഡും. പിന്നെ കാരിയസ് പ്രോസസ് നമ്മൾ ഹാലജൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മെത്തേഡുകളിലെയും ഫോർമുലകൾ നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതി അത് നല്ലോണം പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓർഗാനിക്കിന്റെ ബേസിക് ചാപ്റ്ററിനകത്ത് വരുന്നത്. ഇതിനല്ലാതെയുള്ള ഹൈഡ്രോ കാർബൺസിനകത്തുള്ള മേജർ റിയാക്ഷൻസ് എല്ലാം തന്നെ 2 ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് കയറി നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുക. അതിനകത്ത് എല്ലാ റിയാക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇതിനെ പഠിക്കാവുന്നതാണ്. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ +1 ഓർഗാനിക്കിനകത്തുള്ള മേജർ കോൺസെപ്റ്റുകൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് ദാറ്റ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു പ്രോട്ടോണേറ്റ് ഈസ്. അതായത് ഇതിൽ നിന്ന് ഹൈഡ്രജൻ നമുക്ക് എടുക്കാൻ വളരെ പാടായിട്ടുള്ളത് ഏത് കോമ്പൗണ്ട് എന്നാണ് ഇവിടെ ചോദ്യം. അവിടെ ലാസ്റ്റത്തെ നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ അറിയാം, അതിൽ ഫീനോൾ, അതായത് ഫിനൈൽ കോമ്പൗണ്ടിൽ OH, അതായത് നമ്മുടെ ഫീനോൾ ആണ് തന്നിരിക്കുന്നത്. ഈ ഫീനോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഫീനോൾ എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ ഫീനോളിലുള്ള 2 ഇലക്ട്രോൺ സ്വാഭാവികമായിട്ട് റെസോണേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റെസോണൻസിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, ഹൈഡ്രജൻ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി അല്പം കുറയും. സോ അങ്ങനെയെങ്കിൽ മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്നാണ് ഇവിടെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഫീനോൾ അങ്ങനെ വേഗത്തിൽ ഹൈഡ്രജൻ പ്രോട്ടോണേറ്റ് ചെയ്യാറില്ല. സോ ദ ആൻസർ ഈസ് 4th ഓപ്ഷൻ, ദാറ്റ് ഈസ് ഫീനോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ റിയേജന്റ് ഫോർ ദ ഫോളോയിങ് കൺവേർഷൻ ഈസ്. അപ്പൊ അവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിനെ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആക്കി മാറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. റിഡക്ഷൻ നമ്മൾ നമുക്ക് ലിഥിയം, പലേഡിയം, പ്ലാറ്റിനം ഏത് വേണോ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒറ്റ സ്റ്റെപ്പ് റിഡക്ഷനെ പാടുള്ളൂ, കൂടുതൽ പറ്റില്ല. അതുപോലെ പ്രോഡക്റ്റ് സിസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലിൻലാസ് കാറ്റലിസ്റ്റ് ആയിട്ടുള്ള പലഡൈസ്ഡ് ചാർക്കോൾ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ അവിടെ ഉണ്ട്. പലേഡിയം ബാർ സി, ദെൻ ഹൈഡ്രജൻ, ദാറ്റ് ഇസ് റിഡക്ഷൻ ആയതുകൊണ്ട് കിനോളിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്, സെക്കൻഡ് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an alkene A on reaction with the O3 and ZnH2O gives propanol and ethanol in equimolar ratio. Addition of HCl to alkene A gives B as the major product. The structure of product B is. ഈ ക്വസ്റ്റ്യനിൽ ഓസോണും സിങ്കും വാട്ടറും ഒക്കെ കിടക്കുന്ന കാണുമ്പോഴേ തന്നെ അറിയാം നമുക്ക് ഇതൊരു ഓസോണോളിസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ പ്രോഡക്ട്സ് തന്നിട്ടുണ്ട്, ഓസോണോളിസിസ് ചെയ്യുന്ന റിയാക്ടന്റ് തന്നിട്ടില്ല. ഏതൊക്കെയാ പ്രോഡക്ട്സ്? ഒന്ന് പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ എന്ന് പറഞ്ഞാല് CH3C ഡബിൾ ബോണ്ട് O CH3. ദിസ് ഇസ് ദ പ്രൊപ്പനോൺ. ഓക്കെ, രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്താ? എഥനാൽ. എഥനാൽ എന്ന് പറഞ്ഞാൽ എന്താ? CH3CHO. ഇത്രയാണ് എഥനാൽ എന്ന് പറയുന്നത്. 2 കാർബൺ. അപ്പൊ നമുക്കറിയാം ഇവിടെ വെച്ചായിരിക്കും ആ ഓസോണോളിസിസ് പ്രോസസ് സംഭവിച്ചിട്ടുണ്ടാകുക. അപ്പൊ ഈ ഓക്സിജനും മാറ്റിയിട്ട് ഇവർക്കിടയിൽ ഡബിൾ ബോണ്ട് അങ്ങ് കൊടുത്താൽ മതി. സോ ദിസ് വിൽ ബി ദി പ്രോഡക്റ്റ്. ഇത്രേ ഉള്ളൂ. സോ അതായത് റിയാക്ഷൻ, ഇതിലാണ് നമുക്ക് റിയാക്ഷൻ നടന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. അത് ഇപ്പൊ CH3CH ഡബിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് C. ഇതിൽ ഓസോണോളിസിസ് ചെയ്ത് നോക്കുമ്പോൾ ഡബിൾ ബോണ്ട് ആദ്യം നമ്മൾ എടുത്ത് കളയണം. എന്നിട്ട് അവിടെ നമ്മൾ ഓസോൺ ആഡ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വായിച്ചു നോക്കൂ, CH3CHO കണ്ടോ? CH3CH ഇവിടെ O ഉണ്ടായിരുന്നല്ലോ, CHO. ഇവിടെ വായിച്ചു നോക്കിയ CH3CO CH3CO CH3. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതിനെയാണ് ഓസോണോളിസിസ് ചെയ്ത് നേരത്തെ ആ 2 പ്രോഡക്ട്സ് കിട്ടിയത്.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിലേക്ക് HCl ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ആർ ആഡിങ് HCl. HCl ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു വാലൻസി, ഇവിടെ ഒരു വാലൻസി. അപ്പൊ ഒരു സൈഡിലേക്ക് ക്ലോറിൻ, ഒരു സൈഡിലേക്ക് ഹൈഡ്രജൻ. കാരണം അങ്ങനെ ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഏത് റൂൾ ഫോളോ ചെയ്യേണ്ടി വരും? മാർക്കോണിക്കോഫ്സ് റൂൾ. സോ മാർക്കോണിക്കോഫ്സ് റൂൾ എന്താ പറയുന്നത്? നെഗറ്റീവ് അഡെൻഡം വിൽ ഗോസ് ടു ദാറ്റ് കാർബൺ വിച്ച് കണ്ടെയ്ൻസ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ക്ലോറിൻ ഏത് കാർബണിൽ പോകണം? ഏത് കാർബണിലാണോ ഹൈഡ്രജൻ എണ്ണം കുറവ്. ഇവിടെ ഈ കാർബണിൽ ഹൈഡ്രജൻ എണ്ണം കുറവ്. ഇവിടെ അപ്പൊ ഇവിടെ ക്ലോറിൻ വരും, അപ്പൊ ഇവിടെ ഹൈഡ്രജൻ വരും. അപ്പൊ പ്രോഡക്റ്റ് എന്ത് കിട്ടി? CH3 CH2 സിംഗിൾ ബോണ്ട് Cl, then ഇവിടെ ഒരു CH3 ബ്രാഞ്ചും പിന്നെ ഇവിടെ ഒരു CH3. ക്ലിയർ ആയോ പറഞ്ഞത്? ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് ദി തേർഡ് ഓപ്ഷൻ. CH3 CH2 C, then CH3 CH3 Cl. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ദാറ്റ് ഈസ് അവർ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one is the correct order of acidity? അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടഡ്, ട്രിപ്പിൾ ബോണ്ടഡ്, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആണ് തന്നിരിക്കുന്നത്. നോക്കൂ, അസിഡിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ് മോർ അസിഡിക് ദാൻ ഡബിൾ ബോണ്ട് ദാൻ സിംഗിൾ ബോണ്ട്. ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതിൽ 2 ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കാർബണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിന്റെ അസിഡിക് സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കുറവ് കാർബൺ ഉള്ള ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH. ദിസ് വിൽ ബി മോർ അസിഡിക്. പിന്നെ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ഏതാ? രണ്ടാമത്തത് CH3 C ട്രിപ്പിൾ ബോണ്ട് CH. ദിസ് വിൽ ബി ലെസ് അസിഡിക്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട്സ് കഴിഞ്ഞു. ഇനി ആരെ എഴുതുക? ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് അവിടെ ഏതാ ഉള്ളത്? CH2 ഡബിൾ ബോണ്ട് CH2. ലാസ്റ്റ് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ദാറ്റ് ഈസ് CH3 സിംഗിൾ ബോണ്ട് CH3. സോ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഓർഡറിൽ അവിടെ ഏത് ഓപ്ഷൻ ഉണ്ട്? ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ എഴുതിയ അതേ ഓർഡറിലാണ് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് അവർ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the following molecules all atoms are coplanar? അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ എല്ലാവരും ഒരേ പ്ലെയിനിൽ വരുന്നത്. ആ പ്ലെയിനിൽ വരുന്നതൊക്കെ നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ട് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അരോമാറ്റിക് കോമ്പൗണ്ടിന്റെ ഒരു റൂളിലാണ് എല്ലാവരും പ്ലെയിനാർ ആയിരിക്കണം. ദെൻ അതിനകത്തുള്ള പൈ ബോൺസിന്റെ എണ്ണം, അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന റൂൾ അതിനകത്താണ് വരുന്നത്. സോ ഈ പ്ലെയിനാരിറ്റി എല്ലാവരും പ്ലെയിനാർ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണോ? കാരണം sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ ട്രയാങ്കുലർ പ്ലാനാർ ആണ് സ്ട്രക്ചർ. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷനില് മൂന്നാമത്തെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിനകത്തുള്ള എല്ലാ കാർബൺസും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അങ്ങനെ sp2 ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ കാർബൺസ് അതായത് അതിലെത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓൺ ദി സെയിം പ്ലെയിൻ ആയിരിക്കും. സോ ദ തേർഡ് വൺ ഈസ് ദി റൈറ്റ് ആൻസർ. ഡൈഫിനൈൽ കോമ്പൗണ്ട് ആണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൻ റിയാക്ഷൻ the product P is, ഇത് നമ്മൾ അത്ര കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷൻ അല്ല. പക്ഷെ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതുന്നത് എന്ന് പറഞ്ഞുതരാം. നോക്കിക്കോളൂ. ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് ആ തന്നിരിക്കുന്നതിനകത്ത് ഒരു സൈക്ലോഹെക്സീൻ ഉണ്ട്. അപ്പൊ ഈ കോമ്പൗണ്ടിലേക്ക് നമ്മൾ HF ആഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോകും. എന്നിട്ട് ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് കോമ്പൗണ്ട് ആയിട്ട് മാറും. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് കോമ്പൗണ്ട് പിന്നീട് നമ്മുടെ ഇവിടെ രണ്ടാമത്തെ റീജന്റ് ആരാ തന്നിരിക്കുന്നത്? ബെൻസീൻ. സോ ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോ ഈ സൈക്ലോഹെക്സൈൻ ബെൻസീനുമായിട്ട് ജോയിൻ ചെയ്യും. സോ ദിസ് വിൽ ബി ദി പ്രോഡക്റ്റ്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അവിടെ തന്നിട്ടുണ്ടോ? ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഓപ്ഷൻ. ബെൻസീൻ റിംഗും സൈക്ലോഹെക്സൈനും കൂടി ജോയിൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ പെക്യുലർ റിയാക്ഷൻ. ഓർത്ത് വെച്ചിരിക്കും. പ്രീവിയസ് പഴയ ക്വസ്റ്റ്യൻ ആണിത്. എന്നാലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്കും. കാരണം ഡിഫറെന്റ് ആണല്ലോ, നമ്മൾ പഠിക്കുന്നതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The compound that will react most readily with the gaseous bromine has the formula. അപ്പൊ ഇവിടെ ബ്രോമിൻ വളരെ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആരുടെതാണ്? ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ആൽക്കീന്റെ അടുത്താണ്. ഇവിടെ ഏത് ആൽക്കീന് തന്നിട്ടുണ്ട്? നമുക്ക് ഫോർമുല കാണുമ്പോൾ അറിയാം. ആൽക്കീന്റെ ഫോർമുല CnH2n. അങ്ങനെ നോക്കുമ്പോൾ C2H4 ഉണ്ട്, C3H6 ഉണ്ട്. പക്ഷേ അതെപ്പോഴും അലീലിക് പ്രോഡക്റ്റേ തരത്തുള്ളൂ. അലീലിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 2 കാർബൺ ഒരിക്കലും അലീലിക് കാർബൺ വരത്തില്ലല്ലോ. അപ്പൊ 3 കാർബൺ മിനിമം വേണം. അപ്പൊ 3 കാർബണുള്ള ഒരു കോമ്പൗണ്ട് അവിടെ ഒരു ഓപ്ഷനിലുള്ളൂ, C3H6. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Hydrocarbon A reacts with the bromine by substitution to form an alkyl bromide, which by Wood's reaction is converted to gaseous hydrocarbon containing less than 4 carbon atoms. A is. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതോ ഒരു ഹൈഡ്രോ കാർബൺ നമ്മൾ എടുത്തു. ആ ഹൈഡ്രോ കാർബൺ എടുത്തിട്ട്
നമ്മൾ അതിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്തു. ബ്രോമിൻ ആഡ് ചെയ്തതിന് ശേഷം അതൊരു ആൽക്കൈൽ ബ്രോമൈഡ് ആയിട്ട് മാറി. ആൽക്കൈൽ ബ്രോമൈഡിലേക്ക് നമ്മൾ പിന്നീട് വുഡ്സ് റിയാക്ഷൻ നടത്തി എങ്കിൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നതാണ്. നോക്കൂ, ആ കിട്ടിയ കോമ്പൗണ്ട് എന്താണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് എ ഗ്യാഷ്യസ് ഹൈഡ്രോകാർബൺ ആൻഡ് വിച്ച് കണ്ടെയ്ൻ ലെസ് ദാൻ 4 കാർബൺ ആറ്റം. ലെസ് ദാൻ 4. അപ്പൊ 4 ഇല്ല, 4-നെക്കാളും കുറവേ ഉള്ളൂ. നമ്മളവിടെ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനിലും വുഡ്സ് റിയാക്ഷന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. വുഡ്സ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എത്ര കാർബൺ റിയാക്ടന്റിലുണ്ടോ അതിന്റെ ഇരട്ടിയായിട്ട് മാറും. അപ്പോ ആദ്യത്തേൽ 2 കാർബൺ, അപ്പൊ സ്വാഭാവികമായിട്ട് വുഡ്സ് റിയാക്ഷൻ നടത്തിയാൽ അത് 4 കാർബൺ. അടുത്തതിലും 2 കാർബൺ വുഡ്സ് റിയാക്ഷൻ നടത്തിയാൽ 4 കാർബൺ. അടുത്തതിലും 2 കാർബൺ വുഡ്സ് റിയാക്ഷൻ നടത്തിയാൽ 4 കാർബൺ. അടുത്തതിൽ 1 കാർബൺ വുഡ്സ് റിയാക്ഷൻ നടത്തിയാൽ 2 കാർബൺ. സോ അതവിടെ നിൽക്കട്ടെ, നമുക്ക് അത് ഒന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ആ CH4 വെച്ച് ഒന്ന് ഈ റിയാക്ഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. സോ വി ആർ ഹാവിംഗ് CH4 ദാറ്റ് ഈസ് റിയാക്ടിംഗ് വിത്ത് ബ്രോമിൻ. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് CH3Br plus HBr. So this is the first product. ഇപ്പൊ CH3Br നെ വുഡ്സ് റിയാക്ഷൻ നടക്കണമെങ്കിൽ 2 എണ്ണം വേണം. സോഡിയത്തിന്റെ പ്രസൻസിലാണല്ലോ റിയാക്ഷൻ നടക്കുന്നത്. സോഡിയം ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അപ്പൊ സോഡിയം ബ്രോമിനും ചേർന്ന് NaBr ആയിട്ട് പോകും. അപ്പൊ 2 CH3 നമുക്ക് ഉണ്ട്. അപ്പൊ CH3 സിംഗിൾ ബോണ്ട് CH3 is the major product. അപ്പൊ വുഡ്സ് റിയാക്ഷനിൽ നമുക്ക് ഈഥെയിൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഈഥെയിൻ ഈസ് എ ഗ്യാസ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈഡ് ആയി. അതുകൊണ്ട് തന്നെ 4th one is the right answer. Next question. The compound C7H8 undergoes the following reaction. The product C is C7H8. C6H6 എന്താ? പെൻസീൻ. അതിലേക്ക് ഒരു CH3 ഗ്രൂപ്പ്, അതാണ് C7H8 എന്ന് പറയുന്നത്. റിംഗ് എടുത്തു, അതിലേക്ക് CH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു, CH3 ഗ്രൂപ്പ്. ആ CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താന്ന് വിളിക്കും? ടൊളുവീൻ എന്ന് വിളിക്കും. സോ ദിസ് ഈസ് എ ടൊളുവീൻ. ഇനി ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? 3 ക്ലോറിൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക. അപ്പൊ 3 ക്ലോറിൻ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്ലോറിൻ എല്ലാം ഇവിടെയുള്ള 3 ഹൈഡ്രജൻ എടുത്തുകൊണ്ട് പോകും, പകരം 3 ക്ലോറിൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. സോ നമുക്ക് ബെൻസീൻ റിംഗില് CCl3 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. പിന്നെ നമ്മൾ അവിടെ ആരെ ആഡ് ചെയ്യുന്നത്? ബ്രോമിൻ ഇൻ ദി പ്രസൻസ് ഓഫ് അയൺ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. സോ സ്വാഭാവികമായിട്ട് മെറ്റാ പൊസിഷനിലേക്ക് ഇതിന്റെ പ്രോഡക്റ്റ് കിട്ടും. സോ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CCl3 മെറ്റാ പൊസിഷനിലും ബ്രോമിൻ. ഇനി അവിടെ എന്താ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സിങ്ക് HCl. നല്ലൊരു റെഡ്യൂസിംഗ് ഏജന്റ് ആണ് സിങ്കും HCl. സിങ്കും HCl ആഡ് ചെയ്യുമ്പോൾ റിഡക്ഷൻ സംഭവിക്കും. അപ്പൊ ഈ 3 ക്ലോറിൻ അവിടെ നിന്ന് പോയിട്ട് കംപ്ലീറ്റ് റിഡക്ഷൻ നടന്നിട്ട് ക്ലോറിൻ അവിടെ നിന്ന് പോകും, പകരം ഹൈഡ്രജൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ പ്രോഡക്റ്റ് എന്ത് കിട്ടും? കാർബണിന്റെ ക്ലോറിൻ മാറിയിട്ട് ഹൈഡ്രജൻ ദെൻ ബ്രോമിൻ. സോ ഇത് ഏത് പൊസിഷനിലാണ് ബ്രോമിൻ വന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇൻ ദി മെറ്റാ പൊസിഷൻ. സോ മെറ്റാ പൊസിഷനിൽ ബ്രോമോ ടൊളുവീൻ. സോ മെറ്റാ ബ്രോമോ ടൊളുവീൻ, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ പറഞ്ഞത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following carbocation is expected to the most stable? സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിൽ മോർ സ്റ്റേബിൾ ഏത് എന്നതാണ്. അപ്പൊ നിങ്ങൾ അവിടെ നോക്കേണ്ടത് NO2 ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്, മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓർത്തോ പൊസിഷനിലോ അല്ല എങ്കിൽ നമ്മുടെ പാരാ പൊസിഷനിലോ പോസിറ്റീവ് ചാർജ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും അതിൽ തന്നെ പാരയാണ് മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എവിടെയെങ്കിലും പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നല്ല സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് മാറും. കാരണം ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതൽ എവിടെയായിരിക്കും? മെറ്റാ പൊസിഷനിലായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരാ പൊസിഷനില് പോസിറ്റീവ് ചാർജ് വരുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ദി തേർഡ് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. Which of the following molecules represent the order of hybridization sp2, sp2, sp, sp from left to right atoms? അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇവിടുത്തെ മേജർ പോയിന്റ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് sp3, ഡബിൾ ബോണ്ട് sp2, ട്രിപ്പിൾ ബോണ്ട് sp ഹൈബ്രിഡൈസേഷൻസ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? sp2 എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH. അപ്പൊ ഇവിടെയും sp2, ഇവിടെ sp2. പിന്നെ എന്താ പറയുന്നത്? sp എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് അവിടെയുണ്ട്. സോ സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് CH. അപ്പോ ഇത് sp, ഇത് sp ബിക്കോസ് there is ഡബിൾ ബോണ്ട്. Then ഇത് sp, ഇത് sp2, ഇത് sp2 ബിക്കോസ് ഡബിൾ ബോണ്ട്. ഇത് sp, ഇതും sp ബിക്കോസ് there is ട്രിപ്പിൾ ബോണ്ട്. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ നോക്കുക.
Yes, there is second option, that is CH2 double bond CH single bond C triple bond CH. So that is the answer. Second one is the right answer. ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയി കാണും ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർഗാനിക്കിൽ നിന്നുള്ളത് +2 ഓർഗാനിക് പോർഷൻസ് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ ഓർഗാനിക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ക്ലാസ്സസ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണും അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ പുതിയ വീഡിയോസ് ഇടുന്നതും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ചൂടോടെ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എല്ലാവരും കൂടെ കാണണം. എക്സാം കഴിയുന്നവരെയും അതിനുശേഷവും നിങ്ങളോടൊപ്പം ഞാനും കൂടെ കാണും.